ശ്രീലങ്കയിൽ നടക്കുന്ന ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിൽ ഇന്ത്യക്ക് തുടർച്ചയായി രണ്ടാം തോൽവി. ആതിഥേയരായ ശ്രീലങ്ക സൂപ്പർ ഓവർ വരെ നീണ്ടുനിന്ന മത്സരത്തിനൊടുവിലാണ് ഇന്ത്യയെ തറപറ്റിച്ചത്. ഇന്ത്യ നേടിയ 265 റൺസ് വീരോചിതം പിന്തുടർന്ന ലങ്ക 265-9 എന്ന നിലയിൽ എത്തിയതോടെ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീങ്ങുകയായിരുന്നു. സൂപ്പർ ഓവറിൽ 16 റൺസ് നേടിയ ലങ്കയ്ക്കെതിരെ വെറും 9 റൺസ് നേടാനേ ഇന്ത്യക്ക് കഴിഞ്ഞുള്ളൂ. ഇതോടെ ബുധനാഴ്ച അഫ്ഗാനിസ്ഥാനെതിരെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യക്ക് വിജയിച്ചെങ്കിൽ മാത്രമേ ഫൈനൽ പ്രതീക്ഷകൾ നിലനിർത്താൻ കഴിയൂ. ഇന്ത്യക്കേറെ നിർണായകമായ മത്സരത്തിൽ ടോസ് വിജയിച്ച ശേഷം ലങ്ക ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 4-ാം ഓവറിൽ 21 റൺസ് എടുത്ത സൂര്യവംശിയുടെ വിക്കറ്റാണ് തുടക്കത്തിലെ ഇന്ത്യക്ക് നഷ്ടമായത്. ഇന്ത്യയുടെ പ്രഗത്ഭരായ മുൻനിര ബാറ്റർമാർ എല്ലാവരും പരാജയപ്പെട്ടതോടെ 33-ാം ഓവറിൽ 143-ന് 7 എന്ന തകർച്ചയിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തി. എന്നാൽ 8-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന സൂര്യാൻ ഷഡ്ഗെ, വിപ്രാജ് നിഗം പോരാട്ടമാണ് ഇന്ത്യയെ രക്ഷിച്ചത്. തുടക്കത്തിൽ കരുതലോടെ കളിച്ച ഇരുവരും പിന്നീട് വമ്പനടികൾ നടത്തുകയായിരുന്നു. 48-ാം ഓവറിൽ വിപ്രാജ് നിഗം റണ്ണൌട്ടായി മടങ്ങുമ്പോൾ 49 പന്തിൽ 51 റൺസ് നേടിയിരുന്നു. അവസാന ഓവറിൽ അവസാന ബാറ്ററായി ഷഡ്ഗെ 66 പന്തിൽ 3 ഫോറും 2 സിക്സും ഉൾപ്പെടെ 72 റൺസ് നേടി മടങ്ങി. 49.2 ഓവറിൽ 265 ഇന്ത്യ നേടിയ സ്കോർ. മറുപടി ബാറ്റിംഗിൽ തുടക്കം മുതൽ തകർത്തടിച്ച ലങ്ക മികച്ച റൺ റേറ്റിലാണ് ബാറ്റ് വീശിയത്. എന്നാൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റെടുത്ത് ഇന്ത്യൻ ബൗളേഴ്സ് 143-ന് 5 എന്ന നിലയിൽ ലങ്കയെ എത്തിച്ചു. പക്ഷേ 8-ാം ഓവറിൽ ക്രീസിലെത്തിയ സതീര സമരവിക്രമയുടെ മികച്ച ബാറ്റിംഗ് ഇന്ത്യൻ ബൗളിങ്ങിനെ ശക്തമായി പ്രതിരോധിച്ച് ലങ്കയ്ക്ക് പ്രതീക്ഷ നൽകുകയായിരുന്നു. ഇന്ത്യൻ ബൗളർമാർ പിന്നീട് 2 വിക്കറ്റുകൾ കൂടി വീഴ്ത്തിയെങ്കിലും ക്രീസിൽ സമരവിക്രമ ഉറച്ചു നിന്നത് വിജയപ്രതീക്ഷകളെ കെടുത്തിക്കളഞ്ഞു. ജയിക്കാൻ ലങ്കയ്ക്ക് അവസാന ഓവറിൽ വെറും 5 റൺസ് മാത്രം ശേഷിക്കെ സമരവിക്രമയെ പുറത്താക്കി അർഷദ് ഖാൻ ഇന്ത്യക്ക് തിരിച്ചു വരാൻ അവസരം നൽകി. 113 പന്തിൽ 7 ഫോർ ഉൾപ്പെടെ 93 റൺസായിരുന്നു സമരവിക്രമ നേടിയത്. തുടർന്ന് അവസാന പന്തിൽ ജയിക്കാൻ 2 റൺസ് ആവശ്യമായിരിക്കെ ഒരു ബൈ റൺ ഓടിയെടുത്ത് ലങ്ക മത്സരം സമനിലയിലാക്കി. പിന്നീട് സൂപ്പർ ഓവറിലേക്ക് മാറിയ മത്സരത്തിൽ ലങ്ക ഒരു സിക്സർ ഉൾപ്പെടെ 16 റൺസായിരുന്നു നേടിയത്. മറുപടി ബാറ്റിംഗിൽ സൂര്യവംശിക്ക് പകരം ഷഡ്ഗയെ സ്ട്രൈക്ക് ചെയ്യിപ്പിക്കാനുള്ള തിലക് വർമ്മയുടെ ശ്രമം പാളിയെന്ന് പറയാം. ആദ്യ 3 പന്തിൽ 3 റൺസ് മാത്രം നേടാനേ ഷഡ്ഗയ്ക്ക് കഴിഞ്ഞുള്ളൂ. പിന്നീട് ഒരു ബൗണ്ടറി ഉൾപ്പെടെ 5 റൺസ് നേടിയ സൂര്യവംശി സ്കോർ 9 വരെ എത്തിച്ചെങ്കിലും തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. മത്സരശേഷം തിരിച്ചു നടക്കുന്ന വൈഭവ് സൂര്യവംശിയും ലങ്കൻ താരങ്ങളും തമ്മിൽ വാക്കുതർക്കവും ഉന്തും തള്ളലുമുണ്ടായത് ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ലങ്കൻ താരമായ വിഷൻ ഹാലംബകെ കൈയടിച്ച് വൈഭവിനെ പരിഹസിക്കുകയും അസഭ്യം പറയുകയും ചെയ്താണ് പ്രശ്നത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. വൈഭവ് കോപാകുലനായി വിഷനെ തള്ളുന്നതും കാണാമായിരുന്നു. പിന്നീട് മുതിർന്ന ലങ്കൻ താരം ഡിക്കിവെല്ലെ ഇടപെട്ട് താരങ്ങളെ മാറ്റുകയായിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.